നിക്ക് ഈ സ്കൂൾ ഇഷ്ടായി. കൊച്ചു ടോട്ടോയ്ക്ക് സന്തോഷം കൊണ്ട് കാലുകൾ നിലത്തുറയ്ക്കാതെയായി. തീവണ്ടി സ്കൂളിനടുത്തേക്ക് അവൾ കുതിച്ചു. അമ്മേ, ഒന്ന് വേഗം വന്നാട്ടെ, തീവണ്ടി അനങ്ങി തുടങ്ങും മുമ്പ് കയറണം, അവൾ തിരിഞ്ഞു നിൽക്കാതെ പറഞ്ഞു. അവൾക്കൊപ്പം എത്താൻ അമ്മയ്ക്ക് ഓടേണ്ടി വന്നു. ഭാഗ്യത്തിന് അവർ പണ്ടൊരു ബാസ്കറ്റ്ബോൾ കളിക്കാരിയായിരുന്നു. അതുകൊണ്ട് റെയിൽവേ മുറിയുടെ വാതിൽക്കൽ വെച്ച് തുള്ളിച്ചാടിയോടുന്ന ടോട്ടോച്ചാൻ്റെ ഉടുപ്പിൽ പിടികിട്ടി. അവൾ അകത്തേക്ക് കയറാനുള്ള തിടുക്കത്തിലാണ്. ടോട്ടോ, നില്ലവിടെ, ഇത് തീവണ്ടിയല്ല, ക്ലാസ് മുറിയാ, അമ്മ വിലക്കി. അനുനയപൂർവം അവർ തുടർന്നു. നീ ഇവിടെ ചേരാൻ പോണതേയുള്ളൂ, ഇപ്പോൾ അകത്ത് കയറിക്കൂടാ. പിന്നെ തീവണ്ടി സ്കൂളിൽ ഇരിക്കണമെങ്കിൽ നീ നമ്മൾ കാണാൻ പോണ ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ നല്ല കുട്ടിയായിട്ട് നിൽക്കണം, കേട്ടൂലോ. തീവണ്ടി മുറിയിൽ കയറാനാവാത്തതിൽ അവൾക്ക് നിരാശ തോന്നി. എങ്കിലും അമ്മ പറയും പോലെ കേൾക്കുന്നതാണ് നല്ലത് എന്നുറച്ചുകൊണ്ട് അവൾ പറഞ്ഞു. നിക്ക് ഈ സ്കൂള് നന്നേ ഇഷ്ടമായി. അമ്മയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. മാസ്റ്റർക്ക് അവളെ ഇഷ്ടപ്പെടാതെ വരുമോ? ഉടുപ്പിലെ പിടിവിട്ട് കൊച്ചു ടോട്ടോയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് അവർ തിടുക്കത്തിൽ നടന്നു. ഉടുപ്പിലെ പിടിവിട്ട് കൊച്ചു ടോട്ടോയുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് അവർ തിടുക്കത്തിൽ നടന്നു. ആദ്യത്തെ പീരീഡ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തീവണ്ടി മുറികളാകെ നിശബ്ദം. ഇടുങ്ങിയതെങ്കിലും ചുമരുകളില്ലാത്ത സ്കൂൾ മുറ്റത്ത് ചുറ്റും മരങ്ങൾ, ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള പൂക്കളുടെ നീണ്ട നിരകൾ. ഹെഡ് മാസ്റ്ററുടെ മുറി തീവണ്ടിയിലായിരുന്നില്ല. ഗേറ്റിന് മുന്നിലായി അരവട്ടത്തിലുള്ള 7 പടികൾക്കു മുകളിൽ ഒരൊറ്റ നില കെട്ടിടം. അതിൻ്റെ വലത്തേ അറ്റത്ത് മാസ്റ്ററുടെ മുറി. അമ്മയുടെ പിടിയിൽ നിന്നും കുതറി ടോട്ടോച്ചാൻ പടികളിലൂടെ ഓടിക്കയറി. 7ാമത്തെ പടിയിലെത്തിയപ്പോൾ എന്തോ ഓർത്തിട്ടെന്ന പോലെ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. എന്താ നിന്ന് കളഞ്ഞേ? അവൾക്കൊപ്പം എത്താൻ ബന്ധപ്പെട്ടുകൊണ്ട് അമ്മ ചോദിച്ചു. മകളുടെ മനസ്സ് മാറുകയോ മറ്റോ ചെയ്തോ എന്നായിരുന്നു അവരുടെ സംശയം. അമ്മ അവൾക്ക് താഴെ എത്തി. മുകളിലെ പടവിൽ നിന്ന് താഴേക്ക് ചാഞ്ഞ് ടോട്ടോച്ചാൻ അമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു. നമ്മൾ കാണാൻ പോണതേ ശരിക്കും ഒരു സ്റ്റേഷൻ മാസ്റ്ററെയാ. അമ്മയ്ക്ക് വേണ്ടുവോളം ക്ഷമയും സഹൃദയത്വവും ഉണ്ടായിരുന്നു. അവളോട് ചേർന്ന് നിന്ന് മന്ത്രിക്കുന്ന സ്വരത്തിൽ അവർ ചോദിച്ചു, ആണോ? അതേ മട്ടിൽ അവൾ വീണ്ടും പറഞ്ഞു. ഹെഡ് മാസ്റ്റർ ആണെന്നല്ലേ അമ്മ പറഞ്ഞേ? ഇത്രയും ട്രെയിൻ ഉണ്ടെങ്കിലേ ഒരു സ്റ്റേഷൻ മാസ്റ്റർ തന്നെയാ. നീ തന്നെ മാസ്റ്ററോട് പോയി ചോദിക്ക്. അമ്മയ്ക്ക് ഉത്തരം മുട്ടി. സ്കൂളിൽ തീവണ്ടി മുറി ഉപയോഗിക്കുന്നത് ഏതായാലും വിചിത്രമായൊരു ഏർപ്പാടാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. കൂടുതൽ വിശദീകരിക്കാനാവില്ല, സമയവുമില്ല. എങ്കിലും അവർ പറഞ്ഞു, നിന്റെ അച്ഛൻ വയലിൻ വായിക്കൂലോ, വീട്ടിൽ ഒത്തിരി വയലിനും ഉണ്ടല്ലോ. എന്ന് വെച്ച് നമ്മുടെ വീട് വയലിൻ വിൽക്കണ കടയാണോ? ഹേ, അല്ലല്ലോ. ഞൊടിയിടയിൽ അമ്മയുടെ തൊപ്പി കൈക്കലാക്കിക്കൊണ്ട് കൊച്ചു ടോട്ടോ പറഞ്ഞു.